എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെഡ്യൂസിങ് ഡ്രേക്ക് പാൽമ എന്ന ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ചാനലും സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നൈറ്റ് നമ്മുടെ ആലിസ് ആണെങ്കിൽ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ പിറ്റേ ദിവസം വീട്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഒരു പയ്യന്റെ കൂടെ ഉണ്ട്. പയ്യൻ വെച്ച് നമ്മുടെ ഡ്രേക്കിന്റെ കൂടെ ഉണ്ടായിരുന്നു. പാടാൻ ഡ്രേക്ക് നീ എവിടെയായിരുന്നു, ഇവന്റെ ഒപ്പം ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ വാരി വിതറുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിലക്ക് പോകുന്നുണ്ടായിരുന്നില്ല. മോമാണെങ്കിൽ നല്ല ദേഷ്യത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഡ്രേക്ക് ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് മോം അവനെ അകത്തേക്ക് വിളിച്ച് സംസാരിക്കുക എന്നുള്ള രീതിയിൽ അകത്തേക്ക് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു സംസാരിക്കും. നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ല? ഡാഡി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഷീനിനോടല്ലായിരുന്നോ ലവ്, പിന്നെ എങ്ങനെ ഇവനോട് ഒരു ലവ് വന്നേ? അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ആലിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസം കുറച്ച് ഗേൾസ് എല്ലാവരും കൂടെ എന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കോളേജിലെ സ്കൂളിൽ തന്നെയുള്ള നീൽ എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആലിസിൻ്റെ അമ്മ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീൽ എന്ന് പറഞ്ഞ പയ്യനെ നിനക്ക് അറിയാമോ? ഇതൊരു ആ ഒരു ക്യാമ്പസിലോ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലോ പോലും ആ ഒരു നീൽ എന്നുള്ള പേരിലുള്ള ആരെയും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ ഓപ്പണായിട്ട് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ചോദിക്കുന്നുണ്ട് ഇതാണോ നിൻ്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവളിങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മോള് പുറത്ത് വെച്ച് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ്, എൻ്റെ പാരൻസിന് വരെ ഇവൾ ഈ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾ ഇത്രയ്ക്ക് വളർന്നോ, ഇത്രയ്ക്ക് ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ ഡാഡും അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നീ എന്ത് തെറ്റാണ്, നീ എന്ത് കാര്യമെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയണ്ടേ, ഈ കാര്യമൊക്കെ നീ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആലിസിനെ നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആലിസ് ആണെങ്കിൽ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ നടന്ന സംഭവങ്ങളൊക്കെ ആയോട് പറയണല്ലോ. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ഗെൻഡു വരുന്നുണ്ടായിരുന്നു. ഗെൻഡു വന്നപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇത് ആരാ പുതിയ കക്ഷി എന്നുള്ള രീതിയിൽ. അവൾ പറയുന്നുണ്ട് ഇതൊരു വലിയ കഥയാണ്, ഇതൊരു വലിയൊരു സംഭവം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഗെൻഡി എന്തൊക്കെ സാധനങ്ങളാണ് നിനക്ക് വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചുള്ള അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് അവരുടെ സംസാരം വെച്ച് കഴിഞ്ഞാൽ ആയിരം ബോയ് ഫ്രണ്ട് ആണല്ലോ നമ്മുടെ ഗെൻഡ്. സോ ഗെൻഡിനെ പൊക്കി അടിച്ചിട്ടുള്ള കാര്യം എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു ക്യൂട്ട് ബോയ് ഫ്രണ്ടിനെ എങ്ങനെ കിട്ടിയെന്നാണ്. അത് പിന്നെ നമ്മുടെ ഷീൻ്റെ ഫ്രണ്ടും കൂടെ ആകുമ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എൻ്റെ ഫ്രണ്ടിനോ, എനിക്ക് സന്തോഷം. പിന്നെ അവരുടെ ഓരോ പ്രവർത്തികളും കാര്യങ്ങളും അവളങ്ങനെ ഊട്ടുന്നുണ്ടല്ലോ, ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കപ്പിൾസിനെ പോലെ ഒരു ബിഹേവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടിട്ടാണെങ്കിൽ ചെറിയ രീതിയിൽ കുശും പഠിച്ചിട്ട് നോക്കി നിൽക്കുന്നു. അയ്യോ നമ്മുടെ ഫ്രണ്ടിന് വരെ എങ്ങനെ ആയി, എനിക്കും ആരും ഇങ്ങനെ ഊട്ടിത്തരാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ആലിസ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് സന്തോഷമാണ്, അവരുടെ ഫ്രണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കിടക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുള്ള കാര്യമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നീട് നമ്മൾ കാണുന്നതാണ് ഒരു മൂലക്കിലാണെങ്കിൽ നിന്നിട്ട് നമ്മുടെ ഷീനും അതുപോലെ തന്നെ കെയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഡ്രേക്കിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള ആലിസിനെ മാറ്റണം എന്നുള്ള കാര്യം ഈ ഒരു ഷീനോട് പറയുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ കൂടെ നമ്മുടെ ഡ്രേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഷീന് പറയുന്നത് കെൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അല്ലാതെ ഒരു പ്യുവറായിട്ടുള്ള ലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഷീൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൾ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ അവിടെ അവൻ ഇരിക്കാൻ വരുന്ന സമയത്ത് അവനെ മാറ്റിയിട്ട് നമ്മുടെ ഡ്രേക്ക് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അവനാണെങ്കിൽ ഇപ്പുറത്തും വന്നിരുന്ന് രണ്ടുപേരും ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇവൾക്ക് എന്ത് വേണം എന്നുള്ള രീതിയിൽ ഇവളോട് നല്ല ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് എന്തുവാടേ ഇതെന്നുള്ള രീതിയിൽ നമ്മുടെ ആയൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനായി തോന്നുന്നുണ്ട്. പിന്നീട് ഒരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണ് ഡ്രേക്കിൻ്റെ ബെഞ്ച് ഭയങ്കര കാലിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ ഷീനിൻ്റെ ക്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഡ്രേക്കും ഷീനും സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷീന് പറയുന്നുണ്ടായിരുന്നു നീ അവളുടെ അടുത്ത് നിന്ന് മാറുന്നതായിരിക്കും നിനക്ക് നല്ലത്, നീ എന്തിനാണ് അവളുടെ അടുത്തേക്ക് വന്നത് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ ഭയങ്കര ഒരു ഫൈറ്റ് പോലെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഗെൻഡ് വരുന്നുണ്ടായിരുന്നു. ഗെൻഡ് വന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു തല്ലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്താൽ മതി ചോദിക്കുമ്പോൾ അവർ നല്ല ദേഷ്യത്തിലൊരു നോട്ടം നോക്കിയിട്ട് അവനോടൊന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഇവർ അപ്പുറം ഇപ്പുറം ഇരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീനാണെങ്കിൽ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിന്നോട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഡ്രേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാഡി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സോ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും ആണെങ്കിൽ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രേക്കിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം ആയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അല്ല ഞാൻ എൻ്റെ ഷീനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഷീനും ഡ്രേക്ക് എന്തോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, മേ ബി നിന്നെക്കുറിച്ച് ആയിരിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഡ്രേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയും നിന്റെ കാമുകം വന്നല്ലോ, ഇനി ഞങ്ങൾ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് ആവില്ല
എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ നിക് നെയിം കൂട്ടിച്ചേർത്തിട്ട് പറയുന്നുണ്ടായിരുന്നു ഏലീസ് എന്നൊക്കെയുള്ള രീതിയിൽ. ഐ മീൻ ഡ്രേക്കും അതുപോലെ തന്നെ ആലിസും ചേർത്തിട്ട്, അതുപോലെ തന്നെ ഗിൻഡ് അവിടെ പറയുന്നുണ്ടായിരുന്നു, ഗെൻഡ് പറയുന്നുണ്ടായിരുന്നു നമുക്കും വേണ്ട നിക് നെയിം എന്നുള്ള ക്യൂട്ട് നെയിമും കാര്യങ്ങളൊക്കെ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ റിട്ടേറ്റ് ചെയ്തിട്ട് അവളുടെ പിന്നാലെ ഓടി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആലിസ് നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവള് ഷീനിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനാണ് നിന്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ കൂടെയാണ് നീ വരേണ്ടത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡാഡ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഐ മീൻ നിനക്കും എനിക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള കാര്യം. സോ അങ്ങനെ ഇവൾ ഇവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വരുന്നുണ്ട്. ഐ മീൻ ഇവളുടെ അടുത്തേക്ക് നല്ല ക്ലോസ് ആയി വരുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവ പറഞ്ഞത് പ്രകാരം ഡാഡിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഡാഡ് പറയുന്നുണ്ടായിരുന്നു, ഇത്ര ദിവസമായി മോള് വന്നിട്ട് മോക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായി, കഴിഞ്ഞ ദിവസം കത്രീൻ ആൻറ്റി ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കുറച്ച് അടുത്തേക്ക് വന്ന് ബെഡും ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വല്ല കാര്യങ്ങളും സംസാരിക്കാനെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കത്രീന ഇവിടെ ഇല്ല, അവളാണെങ്കിൽ ഷോപ്പിങ്ങിന് പോയതാണ് വെഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ. ആ ഒരു സമയത്താണെങ്കിൽ ആലിസ് പറയുന്നുണ്ട്, അയ്യോ കത്രീന ആൻറ്റി ഇല്ല, എനിക്ക് കത്രീന ആൻറ്റീനെ കാണുന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ടോപ്പിക്ക് മാറി കത്രീന ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പക്ഷെ എന്നാലും ആ രീതിയിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഡാഡ് ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ബാൻഡും കാര്യങ്ങളും ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ പരസ്പരം ക്യൂട്ടായിട്ട് കളിക്കാൻ യൂസ് ചെയ്യുന്നത്. അവിടെ പൊതുവെ അങ്ങനെയാണല്ലോ, ക്യൂട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണല്ലോ. ഹെയർ ബാൻഡും കാര്യങ്ങൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ വെഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാഡ് എന്തിനാ വിളിച്ചിരുത്തിയത് എന്നുള്ള കാര്യം ആലിസ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഡാഡ് ഞാൻ വിളിച്ചോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അവിടെ തട്ടിയ ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു വെഡിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വെഡിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഡ്രേക്ക് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ വെഡിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ ഓരോന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഡ്രേക്ക് ക്ലാസ് മാറിയ കാര്യമൊക്കെ നമ്മുടെ ആലിസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആലിസ് ക്ലാസ് മാറി എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ പറയാൻ വിട്ടതായിരിക്കും. മാർക്കിൻ്റെ ബേസിൽ അവന് മാറാന്നുള്ള കാര്യങ്ങളൊക്കെ ഡാഡി പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ മാർക്ക് എത്ര എന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ വൈകാതെ തന്നെ മാറുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാഡിന് ഒരു കോൾ വന്ന് പോകുമ്പോൾ അവൾ ഇങ്ങനെ ഒരു ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ക്ലാസ് മാറുന്ന കാര്യം എന്നോടൊന്നും അറിയിക്കേണ്ടേ എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഡ്രേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഇവൻ്റെ ഈ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവൾ മതി മറന്നിട്ട് വായ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണ് അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ വായും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവളാണെങ്കിൽ ഇവൻ്റെ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെ ഇവൻ ക്യൂട്ടായിട്ടുള്ളവനോട് എങ്ങനെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പെൻഡ്രൈവും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഇവൻ കൊടുക്കുന്നുണ്ടായിരുന്നു. നീ നല്ല കുട്ടിയാണ്, ഈ പ്രൊജക്റ്റിനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഡ്രേക്ക് ആണെങ്കിൽ ഇവരുടെ മുന്നിൽ കയറിയിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഒരു വർക്കൊന്നും ചെയ്യുന്നില്ല, നിനക്ക് ബേർഡിൻ്റെ ബുദ്ധിയാന്നുള്ള രീതിയിൽ. കാരണം ഒരു ബേർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല നീ പഠിക്കുന്നതിനെക്കാട്ടി ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ വിചാരിച്ചത് നല്ലോണം പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ച് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ അവനെ വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ബെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണെങ്കിൽ മോമ അറിയുന്നുണ്ട്. അപ്പോൾ മോം പറയുന്നുണ്ടായിരുന്നു, ഈ ലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ ഒരു ലൈഫിലും കാര്യങ്ങളൊക്കെ, പക്ഷേ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നീ നല്ലൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ചൊരു കോളേജിൽ അഡ്മിഷൻ മേടിക്കണം എന്നുള്ള കാര്യമാണ്. അത് നീ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നടക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും എൻട്രൻസ് ചെയ്ത് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും, എനിക്ക് എന്തായാലും ബേർഡിൻ്റെ ബുദ്ധിയും കാര്യങ്ങളും. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അതാ നിന്നോട് ആരാ പറഞ്ഞെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരാൾ പറഞ്ഞു, പക്ഷേ എനിക്ക് കാണിച്ചു കൊടുക്കണം, എന്തായാലും നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള രീതിയിൽ മോമിനോട് അവൾ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവളാണെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇവളെപ്പോഴും പഠിത്തത്തിൻ്റെ കാര്യം മാത്രമേ ഇവളുടെ മൈൻഡിലോട്ട്, ഇവൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിലേക്ക് വന്ന് പഠിത്തത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലിസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റി, ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റി, സാധാരണ ഇങ്ങനെ ബുക്ക് നോക്കിയിരിക്കുന്ന ഒരാളല്ലല്ലോ, സാധാരണ ഗോസിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളാണല്ലോ, പക്ഷെ ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതെന്ത് എനിക്ക് പഠിച്ചുകൂടെ, എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ മേടിക്കും, എന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആലിസ് ആയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആയക്കാണ് ഇതിൽ കണ്ടിട്ട് ഇവർക്ക് എന്ത് പറ്റിയോ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ആയും സംസാരിക്കുന്നുണ്ടായിരുന്നു. ശേഷം എനിക്ക് ആയ നല്ല സന്തോഷമാണ്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കാണെങ്കിൽ ട്യൂട്ടോറിയൽ സെക്ഷൻ ഉണ്ട്. ഷീയാണ് ഇവളുടെ ട്യൂട്ടോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നല്ല സന്തോഷിച്ചിരിക്കുകയാണ്. ഗെൻഡിൻ്റെ അടുത്തുനിന്നൊരു എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഗെൻഡാണെങ്കിൽ എപ്പോൾ ഇവിടെ അങ്ങനെ ശല്യപ്പെടുത്തി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഗെൻഡാണെങ്കിൽ നമ്മുടെ ഷീനെ കണ്ട് പറയുന്നുണ്ടായിരുന്നു, ദയവ് ഇതാ ഒരു ട്യൂട്ടർ ഞാൻ അവിടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സമ്മതവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡ്രേക്കിനോട് നമ്മുടെ ഷീ പറയുന്നുണ്ടായിരുന്നു, നീ എന്ത് ഭാവിച്ചാന്നുള്ള കാര്യം എനിക്കറിയില്ല, ദയവ് ചെയ്തിട്ട് നമ്മുടെ ആലിസിൻ്റെ അടുത്ത് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, അവളുടെ കരയിപ്പിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗെൻഡാണെങ്കിൽ നേരെ നമ്മുടെ ആയൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ട്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ച്, ഐ മീൻ ആ ഒരു ട്യൂട്ടറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനി മുതൽ നിൻ്റെ ട്യൂട്ടർ എന്നുള്ള കാര്യം പറയുമ്പോൾ അവളിങ്ങനെ മാർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. 30 മാർക്കാണ് ആവുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കുന്ന കളിയാക്കല. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, കളിയാക്കിയതല്ല, എക്സ്ട്രാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ, ഇങ്ങനെ മാർക്ക് കുറഞ്ഞ ആൾക്ക് എന്നുള്ള കാര്യം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഡെയിലി കാണാമല്ലോ എന്നുള്ള കാര്യം ഗെൻഡ് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ഡ്രേക്കിനെ ആൽസിനെയാണ്. ഡ്രേക്ക് ആണെങ്കിൽ
അവളെ തീരെയും പഠിപ്പിക്കാതെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവനെ നല്ല ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ബുക്കൊക്കെ നല്ല ഉറക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട ഞാൻ പഠിപ്പിച്ചു തരാമെന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മാക്സിമം അവളിങ്ങനെ ഉറക്കെ വായിച്ചിട്ടൊക്കെ അവനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണെങ്കിൽ ഇവളാണെങ്കിൽ അതിലൊരിച്ചിരിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിസ്മി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, അവൾ പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും നടക്കില്ല, നിൻ്റെ ഒരു ഉദ്ദേശം നടക്കില്ല എന്നുള്ള കാര്യം. ഇവനാണെങ്കിൽ കത്രീനാൻ്റെ ഇവളുടെ ഡാഡും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിസ് ചെയ്ത കാര്യം ആലോചിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇവൾ പറയുന്നുണ്ടായിരുന്നു കിസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കത്രീനാൻ്റിനോട് ചോദിച്ചു എന്നുള്ള കാര്യം പറയുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് നല്ല ക്ലോസ് ആയി വരുന്നുണ്ട്. ഇവർ കൊതറി മാറാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല അടുത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പ് കൊടുത്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് അമിൻ സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.